വണ്ടി കൂളിംഗ് ഇല്ല എന്നുകൊണ്ട് വന്നായിരുന്നു. ഒട്ടും കൂളിംഗ് ഇല്ല, ചൂട് കയറ്റാണ് ഉള്ളിലേക്ക് വരുന്നതുകൊണ്ടാണത്. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കംപ്രഷൻ സക്ഷൻ എടുക്കുന്നില്ല, AC കംപ്രസർ സക്ഷൻ എടുക്കുന്നില്ല. സക്ഷൻ എടുക്കാതെ വന്നപ്പോൾ നമ്മൾ കംപ്രസർ അയച്ചു നോക്കിയപ്പോൾ കംപ്രസറിന് ഒട്ടും പമ്പിങ് ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ പിസ്റ്റണെല്ലാം പൊടിഞ്ഞ് ഇരിക്കുകയാണ്. പിസ്റ്റണും അകത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടൻസർ അഴിച്ച് അതിൻ്റെ ഫിൽറ്റർ വരുന്ന ഭാഗം അഴിച്ചപ്പോൾ ഫിൽറ്ററിനകത്ത് കംപ്രസർ പൊടിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കംപ്രസർ പൊടിഞ്ഞിട്ട് ഉള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ മാറുന്നതോടുകൂടി കണ്ടൻസർ ചേഞ്ച് ആക്കുക, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുക. എപ്പോഴെങ്കിലും ഉള്ളിൽ ഇവാപ്പറേറ്റർ ചേഞ്ച് ചെയ്യുക. ഇത്രയും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്രസർ മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, കണ്ടൻസർ ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഈ മെറ്റൽ പാർട്ടുകളുണ്ടാവും. അത് വീണ്ടും അടിച്ച് നിങ്ങളുടെ പുതിയ കംപ്രസറിലേക്ക് വരികയും പുതിയ കംപ്രസർ വീണ്ടും കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ കംപ്രസർ ചേഞ്ച് ചെയ്യുക, കണ്ടൻസർ ചേഞ്ച് ചെയ്യുക, പറ്റുമെങ്കിൽ ഉള്ളിൽ ഇവാപ്പറേറ്റർ ചേഞ്ച് ചെയ്യുക. പിന്നെ പൈപ്പ് ലൈനുകളെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഫിറ്റ് ചെയ്യുക.